ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെ സുഖമായിട്ടിരിക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് മാറ്റിവെക്കാൻ സമയമുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇന്ന് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന ഒരു യാത്രാവിശേഷമാണ്. ബാംഗ്ലൂർ സിറ്റിയിൽ നിന്നും ഏകദേശം ഒരു 2 മണിക്കൂർ 100 കിലോമീറ്റർ മാറി പോയി കഴിഞ്ഞാൽ കാണാവുന്ന ഒരു ബ്യൂട്ടിഫുൾ ലേക്കാണ് വട്ടദ ഹൊസഹള്ളി ലേക്ക്. ഈ ലേക്കിൽ ചെന്നിട്ട് ചെയ്യാൻ അങ്ങനെ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നുമില്ല കേട്ടോ. ഈ കാണുന്ന പോലെ നിങ്ങൾക്ക് ഇരിക്കാൻ നല്ല മണ്ണും നിങ്ങളുടെ മുമ്പിൽ വലിയ ലേക്കും ആ ഒരു മൊമെൻറ്റ് അത്രയും മനോഹരമാക്കാൻ പറ്റിയ അടിപൊളി കാറ്റും ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ്. മൈൻഡിന് ഭയങ്കര റിലാക്സേഷനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സ്ഥലത്തോട്ട് പോവുകയാണെങ്കിൽ ദയവേത് ഇവിടെ നിങ്ങൾ വേസ്റ്റ് ഒന്നും ഇടരുത്. ഇനി അഥവാ നിങ്ങൾക്ക് ബാംഗ്ലൂരിൻ്റെ ഔട്ട്സ്കേർട്സിലുള്ള ചിക്ബലാപൂരിലുള്ള ആദിയോഗി ശിവ സ്റ്റാച്യു കാണാൻ പോകുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ ക്ലബ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത്. കാരണം ആദിയോഗി ശിവ സ്റ്റാച്യുവിൽ നിന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 40-45 കിലോമീറ്റർ ഉള്ളൂ ഇങ്ങോട്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ നിങ്ങൾക്ക് ഒറ്റ ട്രിപ്പിലങ്ങനെ ചെയ്യാം. അങ്ങനെ നിങ്ങൾ യാത്രകളും ട്രിപ്സൊക്കെ പോകുമ്പം പ്രത്യേകിച്ച് ബൈക്കിലാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ പ്രോസസ്സ് എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ എനിക്ക് പാട്ടൊക്കെ കേട്ട് പോകുന്നതിനേക്കാളും ഇഷ്ടം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ബൈക്ക് ഓടിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹങ്ങളോ നമുക്ക് ഉള്ള കുറേ ചോദ്യങ്ങളും ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ബൈക്ക് ഓടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ യാത്ര തുടങ്ങുമ്പം നമ്മുടെ മനസ്സിൽ കുറേ ചോദ്യങ്ങളുണ്ടാവും. പക്ഷേ ബൈക്കിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് അവസാനം ഡെസ്റ്റിനേഷൻ എത്തിക്കഴിയുമ്പം അതിലൊരു 60-70% ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. നല്ലൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ പണ്ട് മുതലേ എൻ്റെ ഫ്രണ്ട്സിനോട് എപ്പോഴും പറയാറുണ്ട്, ഫോർ മീ മെഡിറ്റേഷൻ മീൻസ് ടേക്കിംഗ് മൈ ബൈക്ക് ഗോയിങ് ഓൺ ഫോർ എ റൈഡ്. എൻ്റെ കുഞ്ഞ് യമഹ R3-യിൽ ദൂരേക്ക് ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് ഒരു ദൂരെ യാത്ര ബൈക്കിലൂടെ പോകുന്നതാണ് എൻ്റെ മെഡിറ്റേഷൻ. അതുകൊണ്ട് തന്നെയാണ് ഈ ചാനലിന് നമഹ ഓൺ യമഹ എന്നുള്ള പേരിടാനും കാരണം. അങ്ങനെ വട്ടദ ഹൊസഹള്ളി ലേക്കിലോട്ടുള്ള ഈ യാത്രയിൽ യാദൃശ്ചികമായി എവിടുന്നോ മനസ്സിലോട്ട് വീണ്ടും കയറിപ്പറ്റിയൊരു ചിന്തയാണ് പണ്ട് ലാലേട്ടൻ, നമ്മുടെ സ്വന്തം ലാലേട്ടൻ പുറത്തുവിട്ട ദൈവത്തിനൊരു കത്ത് എന്ന് പറഞ്ഞൊരു സംഭവം. നിങ്ങളത് പണ്ട് കേട്ട് കാണും. ഈ ലാലേട്ടൻ്റെ കുസൃതികളിൽ ഒരു ചെറിയൊരു ഐറ്റാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഡൗട്ടുകളും ചിന്തകളുമൊക്കെ ഒരു 10 രൂപയാണ് ദൈവത്തിന് എഴുതും. എന്നിട്ട് അദ്ദേഹത്തിന് തന്നെ അതിൻ്റെ ഒരു ഉത്തരം മനസ്സിൽ തോന്നുന്നത് ദൈവം അദ്ദേഹത്തിനോട് പറഞ്ഞ ഉത്തരം എന്നുള്ള രീതിയിൽ അദ്ദേഹം തന്നെ അതൊരു കത്തിൻ്റെ രൂപേണയാക്കും. എന്നിട്ടത് പ്രസിദ്ധീകരിക്കും. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ചൊരു സംഭവമാണ് ദൈവത്തിനൊരു കത്ത്. അതായത് മനുഷ്യന് ഭൂമിയിൽ അനുവദിച്ചിട്ടുള്ള സമയം, അതിനെക്കുറിച്ചുള്ള ലാലേട്ടൻ്റെ കുറച്ച് സംശയങ്ങൾ അദ്ദേഹം ദൈവത്തിന് കത്ത് എഴുതുകയും ദൈവം അദ്ദേഹത്തിന് റെസ്പോൺസ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളൊരു ബ്യൂട്ടിഫുൾ മെസ്സേജ്, ഒരു ഷോർട്ട് മെസ്സേജാണ്. അപ്പം ലാലേട്ടൻ്റെ സ്വന്തം ശബ്ദത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ബ്യൂട്ടിഫുൾ മെസ്സേജ് കേട്ടുകൊണ്ട് വട്ടദ ഹൊസഹള്ളി ലേക്കിലോട്ടുള്ള യാത്രയിൽ ഉള്ള ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നിങ്ങൾ ഈ ഒരു ഷോർട്ട് വീഡിയോ എൻജോയ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻജോയ്. ദൈവത്തിനൊരു കത്തെഴുതി. പതിവ് പോലെ കൃത്യമായ മറുപടി വന്നു. അദ്ദേഹം എഴുതിയ മറുപടി ഞാനിവിടെ പകർത്തുന്നു. ലാലു, നിന്റെ കത്ത് കിട്ടി. എനിക്ക് നിങ്ങളുടെ പോലെ തിരക്കൊന്നുമില്ലാത്തതുകൊണ്ട് കൃത്യമായി മറുപടി എഴുതാമെന്ന് കരുതി. മരണം മുന്നിലെത്തിയ ഒരാൾ എഴുതിയ പുസ്തകം വായിച്ച് തകർന്നപ്പോഴാണ് ഇത്തവണ നിനക്ക് എഴുതാൻ തോന്നിയത്. അതിൽ തെറ്റില്ല. മരിക്കാറാവുമ്പോൾ അല്ലെങ്കിൽ മരണത്തെക്കുറിച്ച് ഓർമ്മ വരുമ്പോൾ മാത്രമേ നിങ്ങൾ മനുഷ്യർ മറ്റു മനുഷ്യരെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ആലോചിക്കാറുള്ളൂ. എനിക്കതിൽ പരാതിയില്ല. നിങ്ങളുടെ സ്വഭാവം എനിക്കല്ലേ ഏറ്റവും നന്നായി അറിയുക. നിങ്ങൾക്ക് ഭൂമിയിൽ ജീവിക്കാൻ ഞാൻ അനുവദിച്ച സമയത്തെക്കുറിച്ചാണ് ഇത്തവണ നിന്റെ ആകുലതയും പരാതിയും. അതിൽ കുറേയൊക്കെ ശരിയാണ്, അതിലുമധികം തെറ്റും. ശരാശരി 70-80 വയസ്സ് വെച്ചാണ് ഞാൻ മനുഷ്യരെ ഭൂമിയിലേക്ക് അയക്കാറുള്ളത്. ചിലർ നേരത്തെ മടങ്ങാറുണ്ട്. നേരത്തെ എന്നത് ആപേക്ഷികമാണ്. അതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ പിന്നെ പറയാം. എല്ലാ മനുഷ്യർക്കും ഞാൻ 24 മണിക്കൂർ മാത്രമേ ദിവസത്തിൽ നൽകിയിട്ടുള്ളൂ. 1 സെക്കൻഡ് ഒരാൾക്കും അധികം നൽകിയിട്ടില്ല. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും അത് ഉപയോഗിക്കുന്നത് ഏത് തരത്തിലൊക്കെയാണ്. ഏത് നിമിഷവും നിലയ്ക്കാവുന്ന ഒരു ഘടികാരമാണ്, അല്ലെങ്കിൽ അണയാവുന്ന തിരിനാളമാണ് താനെന്ന് വിചാരിച്ച് കർമ്മം ചെയ്യുന്ന എത്ര പേരുണ്ട് നിനക്ക് ചുറ്റും? ജനാധിപത്യപരമായി ഞാൻ അനുവദിച്ചു തന്ന സമയം നിങ്ങൾ എത്രമാത്രം നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്? പരദൂഷണം പറയാൻ, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കയറി ഇടപെടാൻ, എല്ലാ കാര്യങ്ങളും അഭിപ്രായം പറയാൻ, മതം, ജാതി, വർഗം, വർണ്ണം, ദേശമെന്ന് സ്വയം വേർതിരിഞ്ഞ് തമ്മിൽ തല്ലാൻ, കേസുകൾ കൊടുക്കാൻ,
കുറ്റകൃത്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ, ജയിലിൽ കിടക്കാൻ എന്ന് വേണ്ട എത്ര കാര്യങ്ങൾക്കാണ് നിങ്ങൾ ഒരു ആവശ്യവുമില്ലാതെ സമയം ചെലവഴിക്കുന്നത്. നിങ്ങളുടെ നാട്ടിൽ മുമ്പ് തീവണ്ടി യാത്രയിൽ എന്തെങ്കിലും വായിച്ചിരിക്കുന്നവരെ കണ്ടിരുന്നു, എന്തെങ്കിലും കുശലങ്ങളും തമാശകളും പറയുന്നവരെ കണ്ടിരുന്നു. ഇപ്പോൾ എല്ലാവരും ഫോണിലാണ്, വാട്സപ്പും ഫേസ്ബുക്കും. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് ഞാൻ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു. അപ്പോൾ അയാൾ നെഞ്ചി വിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിലാരെപ്പറ്റിയും എന്തും എഴുതാം, ആരും തടയില്ല, ഇതിലൂടെ കലാപം വരെ ഉണ്ടാക്കാം. എന്തിനാണ് കലാപങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഇപ്പോൾ നമ്മുടെ മതത്തെയോ ദൈവത്തെയോ പാർട്ടിയെയോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം നമുക്കിത് ഉപയോഗിക്കാം. വെറുതെ ഒരു പോസ്റ്റ് ഇട്ടാൽ മതി, ആളുകൾ കയറി തല്ലിക്കോളും, ചീത്ത വിളിച്ചോളും, അവരുടെ കുടുംബം കുളമാക്കി കൊടുക്കും. ചിരിച്ചുകൊണ്ട് അയാൾ വീണ്ടും ഫോണിലേക്ക് മടങ്ങി. ഒരു ദിവസത്തിൻ്റെ മിക്ക സമയവും ഇങ്ങനെ ഫോണും നോക്കിയിരുന്ന് ആളുകളെ തെറി പറഞ്ഞിട്ട് മരിക്കാറാവുമ്പോൾ എന്നോട് തന്ന സമയം പോരാ എന്ന് പറയുന്നതിൽ എന്താണ് ന്യായം? മറ്റൊരു കാര്യം, നിങ്ങളിപ്പോൾ ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്, എന്നെ പ്രശംസിക്കാൻ, എനിക്ക് ചുട്ടുപൊള്ളുന്ന കോൺക്രീറ്റിൻ്റെ ആരാധനാലയങ്ങൾ ഉണ്ടാക്കാൻ, എന്നെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരെ തെറി പറയാൻ, കൊല്ലാൻ, എൻ്റെ പല പേര് പറഞ്ഞ് സംഘടനകൾ ഉണ്ടാക്കി പണം പിരിക്കാൻ. എന്തുമാത്രം സമയമാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ചെലവഴിക്കുന്നത്? കണ്ടാൽ തോന്നും എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയില്ല എന്ന്. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അടുത്ത നിമിഷം ഞാൻ ഇല്ലാതാവുമെന്ന്. എൻ്റെ കാര്യങ്ങൾ ഇത്രമാത്രം കണിശമായി നോക്കാൻ നിങ്ങളെ ആരാണ് ഏൽപ്പിച്ചത് എന്ന് മാത്രം എനിക്കറിയില്ല. ഞാൻ ഏതായാലും അത് ചെയ്തിട്ടില്ല. നിങ്ങളെപ്പോലെ എന്നെ കാണുകയാണ്. അഭിപ്രായ വ്യത്യാസം കേൾക്കുമ്പോഴേക്കും ദേഷ്യം വരുന്ന, ഹ്യൂമർ സെൻസ് തീരെ ഇല്ലാത്ത, അഹങ്കാരമുള്ള വിഡ്ഢിയായ ഒരാളായി നിങ്ങൾ എന്നെ കരുതുന്നു. എന്നിട്ട് അതിൻ്റെ പേരിൽ തമ്മിത്തല്ലുന്നു. എത്ര സമയമാണ് ഇങ്ങനെ നിങ്ങൾ ഇല്ലാതാക്കുന്നത്? ഇതിന് ഞാനാണോ ഉത്തരവാദി? അപ്പോൾ എത്ര സമയം നൽകി എന്നല്ല, അതെങ്ങനെ ഉപയോഗിച്ചു എന്നതാണ് കാര്യം. വലിയ അത്ഭുതങ്ങൾ ജീവിതം കൊണ്ട് കാണിച്ച എല്ലാവരും സമയത്തെക്കുറിച്ച് നല്ല ബോധമുള്ളവരായിരുന്നു. ഒരു തുള്ളി പോലും കളയാതെ അവർ അത് ഉപയോഗിച്ചു, അധ്വാനിച്ചു, നല്ല കാര്യങ്ങൾ ചെയ്തു, ഉയരങ്ങളിലേക്ക് പോയി. ആ ബോധമില്ലാത്തവർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, സമയത്തെ ഒഴുക്കിക്കളയുന്നു, എന്നിട്ട് അവസാനം പരാതി പറയുന്നു. ലാലു, ജീവിതം എന്നത് ഒരു മരച്ചുവട്ടിലെ മനോഹരമായ മയക്കം മാത്രമാണ്. അത് മനസ്സിലാക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നിങ്ങൾക്കതിൻ്റെ വിലയും അമൂല്യതയും മനസ്സിലാവും. പിന്നെ ഒരു നിമിഷം പോലും അനാവശ്യമായി കളയില്ല. ചെയ്യുന്നതെന്തും സർഗാത്മകവും നന്മയുള്ളതുമാകും. അങ്ങനെ ആവുമ്പോൾ ഓരോ നിമിഷവും പൂർണ്ണമാകും. അത് മനസ്സിലാക്കി ജീവിക്കുക. ഒരാൾക്ക് മറ്റൊരാളെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കാൻ അവകാശമില്ല. എൻ്റെ കാര്യങ്ങളിൽ ആകുലരാവാതിരിക്കാൻ എല്ലാവരോടും പറയുക. പ്രപഞ്ചത്തിൻ്റെ മൊത്തം കാര്യം നോക്കുന്ന എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ അല്പം ബുദ്ധിയുള്ളവർ നിങ്ങളെ പരിഹസിക്കും. അതുകൊണ്ട് എന്നെയും ദുഷ്ടചിന്തകളെയും വിട്ട് സ്വന്തം ജീവിതത്തെ നല്ലതാക്കാൻ ശ്രമിക്കുക. കത്ത് അവസാനിക്കുന്ന വരികളിലെ വാക്കുകൾ എന്തോ വീണ് പടർന്നിരുന്നു. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ കണ്ണീറായിരിക്കണം. അദ്ദേഹം കരഞ്ഞത് എന്തുകൊണ്ടാണ് എന്നെനിക്കറിയില്ല. സങ്കടം കൊണ്ടാണോ അതോ ദേഷ്യം കൊണ്ടാണോ അതും എനിക്കറിയില്ല. സ്നേഹപൂർവ്വം, മോഹൻലാൽ.